നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2024 സെപ്റ്റംബർ 1-ാം തീയതി മുതൽ സെപ്റ്റംബർ 30-ാം തീയതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ മാസഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അശ്വതി മുതൽ ചിത്തിര വരെയുള്ള നക്ഷത്രക്കാരുടെ മാസഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹനിലയിലേക്ക് കിടക്കാം. രവി സെപ്റ്റംബർ 16 വരെ ചിങ്ങത്തിലും ശേഷം കന്നിയിലുമായി സഞ്ചരിക്കുന്നു. ചൊവ്വ മിഥുനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ബുധൻ സെപ്റ്റംബർ 4 വരെ കർക്കടകത്തിലും തുടർന്ന് ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു. സെപ്റ്റംബർ 23-ന് സ്വക്ഷേത്രമായ കന്നിയിലേക്ക് സഞ്ചരിക്കും. ഗുരു ഇടവത്തിൽ, ശുക്രൻ കന്നിയിൽ. സെപ്റ്റംബർ 18-ന് തുലാമിലേക്ക് രാശി മാറും. ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ, കേതു കന്നിയിൽ. മേൽപ്പറഞ്ഞ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ സഞ്ചാരവും അനുസരിച്ചായിരിക്കും ഞാൻ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ പൂർണ്ണ ഫലം അറിയാൻ കഴിയും. ഞാനിവിടെ പറയുന്നത് പൊതുവായ ഒരു ഫലമാണ്. ആദ്യമായി മേടക്കൂറിനെ കുറിച്ച് സംസാരിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടക്കൂറ്. ഗുരു 2-ലും ശനി 11-ലും സർപ്പൻ 12-ലും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായി ശനി 11-ൽ സഞ്ചരിക്കുന്നു. കർമ്മരംഗത്തെ ഉയർന്ന പദവികൾ ലഭിക്കും. അധികാരപ്രാപ്തി ഉണ്ടാകും. ഉത്തരവാദിത്തങ്ങൾ കൂടും. സ്ഥാനമാന ലാഭം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. കുടിശ്ശിക പണം കിട്ടും. തൊഴിലവസരങ്ങൾ കൂടും. ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹം സാധിക്കും. ബിസിനസ്സുകാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയിലായിരിക്കും മെച്ചമായ സമയം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. പക്ഷേ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സ്വല്പം അലസത കാണിക്കും. അത് സൂക്ഷിക്കണം. മേടക്കൂറുകാർക്ക് നല്ല വരവുണ്ടാകുന്ന സമയമാണ്. വീട്, വാഹനം ഇവ വാങ്ങാൻ കഴിയും. ആർഭാടങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കും. 12-ലെ സർപ്പൻ അത് ചെയ്യിക്കും. നിങ്ങളുടെ ആരോഗ്യം അത്ര മെച്ചമായിരിക്കുകയില്ല. ഉദര സംബന്ധമായ അസുഖങ്ങൾ വരാം. പൊതുവെ ശരീരത്തിന് ഒരു ബലക്കുറവ് തോന്നും. പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സെപ്റ്റംബർ 17-ന് ശേഷമാണ് നല്ല സമയം. വിവാഹം ആലോചിക്കുന്നവർക്ക് നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ധനലാഭവും തൊഴിലിൽ ഉയർച്ചയും സുഖപ്രാപ്തിയുമാണ് ഫലം. ദോഷശാന്തിക്കായി സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തതായി ഇടവക്കൂറ്. കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഗുരു ജന്മത്തിലും ശനി കർമ്മത്തിലും സർപ്പൻ ലാഭസ്ഥാനത്തുമായി സഞ്ചരിക്കുന്നു. കർമ്മഭാവാധിപനായ ശനി കർമ്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ശനി വക്രാവസ്ഥയിലായതുകൊണ്ട് തൊഴിൽ രംഗത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിനനുസരിച്ചുള്ള നല്ല ഫലങ്ങൾ കിട്ടുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനുകൾ കിട്ടും. ശമ്പള വർധനവും ഉണ്ടാകും. പക്ഷേ തൊഴിൽ സ്ഥലത്ത് നല്ല ഒരു അന്തരീക്ഷം ആയിരിക്കണമെന്നില്ല. ട്രാൻസ്ഫറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം. വിദേശ പണം ലഭിക്കാൻ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. പരീക്ഷയിൽ വൻ വിജയം പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. ശുക്രൻ സ്വക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടും. നാനാതരത്തിലുള്ള ധനം കയ്യിൽ വരുവാനുള്ള സമയമാണ്. പക്ഷേ ചിലവും അതുപോലെ തന്നെ ഉണ്ടാകും. കുടുംബത്തിൽ ശാന്തത ഉണ്ടാക്കാൻ ശ്രമിക്കണം. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂല സമയമായിരിക്കും. വിവാഹം ആലോചന നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രതിസന്ധികൾ മാറിക്കിട്ടും. പൊതുവെ ധനലാഭവും കുടുംബസുഖവുമാണ് ഫലം. കണ്ടകശനിയുടെ കാലമായതുകൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം പതിവായി ചെയ്യണം. മിഥുനക്കൂറ്. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറിൻ്റെ 12-ൽ ഗുരുവും 9-ൽ ശനിയും 10-ൽ രാഹുവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായ ഗുരു 12-ൽ സഞ്ചരിക്കുന്നു. കർമ്മസ്ഥാനത്ത് സുഖക്കുറവാണ് കാണുന്നത്. മേലധികാരികളോടും സഹപ്രവർത്തകരോടും തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ സംബന്ധമായി ദൂരയാത്രകളും പണച്ചിലവുകളും ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല സമയമല്ല. അവരും വളരെ അധ്വാനിക്കേണ്ടി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല. 7-ാം ഭാവാധിപൻ 12-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. പണം ചിലവാക്കി പുതിയ പ്രോജക്റ്റുകൾ ഒന്നും തുടങ്ങരുത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയും പദവികളൊക്കെ കിട്ടുകയും ചെയ്യുന്ന സമയമാണ്. പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കണം. ജന്മത്തിൽ കുജൻ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആരോഗ്യം വളരെ നല്ലവണ്ണം ശ്രദ്ധിക്കണം.
നിങ്ങൾക്ക് വളരെ നല്ല വരുമാനം വരുന്ന സമയമാണ്. പക്ഷേ അതുപോലെ തന്നെ ചിലവുകളും ഉണ്ടാകും. കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കോ വിവാഹത്തിനോ വേണ്ടിയായിരിക്കും ചിലവുകൾ ഉണ്ടാകുന്നത്. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വളരെ നല്ല സമയമായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറും. ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുക. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർതങ്കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കിടകക്കൂറ്. കർക്കിടകത്തിൻ്റെ 11-ൽ ഗുരുവും അഷ്ടമത്തിൽ ശനിയും 9-ൽ രാഹുവും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായ കുജൻ 12-ൽ സഞ്ചരിക്കുന്നു. തൊഴിലിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ദൂരയാത്രകളും ട്രാൻസ്ഫറുകളും പ്രതീക്ഷിക്കാം. അഷ്ടമശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. തൊഴിലിൽ തെറ്റുകൾ പറ്റാതെ സൂക്ഷിക്കണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയില്ല, താമസമുണ്ടാകും. 11-ൽ ഗുരു സഞ്ചരിക്കുന്നതുകൊണ്ട് കഠിനാധ്വാനം കൊണ്ട് പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർ സൂക്ഷിക്കണം. പാർട്ട്ണർഷിപ്പിൽ തർക്കങ്ങൾ വരാതെ സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടി വരും. വിദേശ പഠനത്തിന് അനുകൂല സമയമാണ്. 12-ലെ കുജനും 4-ലെ കേതുവും നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണിക്കുന്നു. വളരെ സൂക്ഷിക്കണം. യാത്രകളിൽ ശ്രദ്ധ വേണം. 11-ൽ സഞ്ചരിക്കുന്ന ഗുരു നല്ല വരുമാനം ഉണ്ടാക്കും. പക്ഷേ 12-ാം ഭാവാധിപനായ ബുധൻ 2-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ചിലവ് കൂടും. 5-ലും 7-ലും ഗുരു ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും അനുകൂല സമയമാണ്. ദോഷശാന്തികൾക്കായി എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താവിന് നീരാഞ്ജനം നടത്തുക. പൊതുവെ ധനവൃത്തിയും സന്താനപ്രാപ്തിയും കുടുംബസൗഖ്യവുമാണ് നിങ്ങൾക്ക് ഫലം. ഇനി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്തരങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ്. ഗുരു 10-ലും ശനി 7-ലും സർപ്പൻ 8-ലും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായ ശുക്രൻ സെപ്റ്റംബർ 17 വരെ നീചരാശിയായ കന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരു ശുക്രനെ വീക്ഷിക്കുന്നുണ്ട്. കർമ്മകാരകനായ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. തൊഴിലിൽ ഉയർന്ന പദവികൾ ലഭിക്കും. പക്ഷേ മനസ്സുഖം കുറവായിരിക്കും. സെപ്റ്റംബർ 18-ന് ശേഷം തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. തൊഴിൽ സ്ഥലത്ത് യാതൊരു കാരണവശാലും തർക്കങ്ങൾ ഉണ്ടാകരുത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. ആഗ്രഹിക്കുന്ന ജോലി കിട്ടാൻ പ്രയാസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ല. പാർട്ട്ണർഷിപ്പ് ബിസിനസ് സൂക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. 5-ാം ഭാവാധിപൻ 10-ലാണ് സഞ്ചരിക്കുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ധനം നല്ലവണ്ണം കയ്യിൽ വരുന്ന ഒരു സമയമാണിത്. പക്ഷേ പണനഷ്ടവും സൂചിപ്പിക്കുന്നു. ആരോഗ്യം സൂക്ഷിക്കണം. കണ്ണിന് അസുഖം വരാൻ സാധ്യത കാണുന്നു. ഡ്രൈവിംഗ് സൂക്ഷിക്കണം. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും അത്ര നല്ല സമയമല്ല. തർക്കങ്ങൾ ഉണ്ടാകാം. 2-ാം പകുതിയിൽ ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവെ ധനവരവും കർമ്മപുഷ്ടിയുമാണ് ഫലം. ദോഷശമനത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ ശിവന് ധാര ചെയ്യുകയും ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക. അടുത്തതായി കന്നിക്കൂറ്. ഉത്തരമുക്കാൽ, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. ശനി 6-ലും ഗുരു 9-ലും സർപ്പൻ 7-ലും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനായ ബുധൻ 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് പൊതുവെ കർമ്മരംഗത്ത് സുഖക്കുറവുണ്ടാവും. മേലധികാരികളോടും സഹപ്രവർത്തകരോടും സൗമ്യമായി പെരുമാറാൻ ശ്രമിക്കണം. ശത്രുക്കൾ കൂടാൻ സാധ്യതയുണ്ട്. ധാരാളം യാത്രകൾ വേണ്ടിവരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് ബാധകമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് അനുകൂലതയുണ്ടാകും. 7-ാം ഭാവാധിപൻ 9-ൽ നിൽക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്ക് വൻ നേട്ടങ്ങളുണ്ടാകും. പക്ഷേ 7-ലെ സർപ്പൻ മോശമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. അത് അനുവദിക്കരുത്. സ്ട്രെയിറ്റായ രീതിയിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാവൂ. പരിചയസമ്പന്നരായ വ്യക്തികളുടെ ഉപദേശം കൂടി സ്വീകരിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അത്ര നേട്ടം വരികയില്ല. വിദ്യാകാരകനായ ബുധൻ 12-ൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധിക്കണം. കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഗുരു 5-ാം ഭാവത്തിൽ വീക്ഷിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇതൊരു സഹായമാകും. വിദേശ പഠനത്തിന് നല്ല സമയമാണ്. ജന്മത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനസ്ഥിതി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര മെച്ചമല്ല. 2-ാം പകുതിയിൽ മെച്ചപ്പെടും. 7-ാം ഭാവാധിപൻ 9-ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പ്രണയിക്കുന്നവർക്കും ദമ്പതികൾക്കും സമയം കുറച്ച് അനുകൂലമാണ്. പക്ഷേ 7-ലെ സർപ്പൻ കുടുംബത്തിൽ അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാക്കും. ഇത് ശ്രദ്ധിക്കണം. പൊതുവെ നിങ്ങൾക്ക് ധനലാഭവും ഐശ്വര്യവുമാണ് ഫലം. ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ
വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.